ഇത്രയും ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ അവരെ നമ്മളുടെ പരിഭവങ്ങളും ആശങ്കകളും അറിയിച്ചുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട സമീപനം വേണ്ടത്ര സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുന്നപ്രയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് ബിഷപ്പുമാർ മാത്രമല്ല, അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു. മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിൻ്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എൻ്റെ പരാമർശങ്ങളിൽ വന്ന 1-2 കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാനായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അത് ഏത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീഞ്ഞും കേക്കിൻ്റെയും വിഷയമല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ എൻ്റെ വരികളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ക്രൈസ്തവരിൽ, മുസ്ലിങ്ങളിൽ അടക്കം വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഞാനൊരു മതേതരവാദിയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം, മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും, അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു, ആ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല. ആരെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണ്ടേ? എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോട് സംരക്ഷിക്കേണ്ടേ? ആ കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതിൽ എന്റെ രാഷ്ട്രീയ നിലപാട് ഞാനവിടെ പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വെക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. കാരണം എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ഈ പറയുന്ന ബിഷപ്സുമാരുമായിട്ടും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. അവരെ ഒന്നും മോശപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അവർക്ക് അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, അതിന്റെ ആശങ്കയും വേണ്ട. എന്നാൽ
ആരെയിലുമൊക്കെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോവുക എന്ന സമീപനത്തോട് നമുക്ക് പോകാൻ കഴിയത്തില്ല. അത്തരം കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കണം. അതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യം കൂടി എന്ന താല്പര്യത്തിലാണ് ഞാനത് വിശദീകരിച്ചത്. ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇതങ്ങോട്ട് പറഞ്ഞു വെച്ചെങ്കിൽ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാം. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്കും ഞാൻ അങ്ങ് പിൻവലിച്ചല്ലോ. മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട്, ഇത്രയും ആളുകൾ അവിടെ പലായനം ചെയ്യപ്പെട്ട്, ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം ബിജെപിക്കെതിരെ മിണ്ടിയോ? ഞാൻ പറഞ്ഞ പ്രശ്നത്തിന്റെ പ്രധാന ഭാഗം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ എന്തിനാണ് നമസ്കരിക്കുന്നത്? ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്? അത് പറയുന്നില്ല. അത് പറയാതെ അദ്ദേഹത്തെ പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്നെ ഏതോ ചുമതലപ്പെടുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല, ആക്ഷേപിച്ചിട്ടുമില്ല, ആക്ഷേപിക്കത്തുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനവിടെ തുറന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായി കാണും. അത് വ്യക്തിപരമായ ആക്ഷേപമല്ല. അത് ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ എത്താഞ്ഞതിന്റെ കാരണമാണ് ഞാനവിടെ സൂചിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മണിപ്പൂർ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 750ഓളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ട് എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശിൽ ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ. നിരന്തര ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ.